അപ്പോൾ ഈ അപകടം കൊണ്ട് നമ്മുടെ ഏവിയേഷൻ സെക്ടറിൽ ഉണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻ എന്തായിരിക്കും? എയർ ഇന്ത്യയെ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം എയർ ഇന്ത്യ കൂടുതൽ മെച്ചപ്പെടും എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഇവിടെ നിന്നിപ്പോൾ കൂടുതൽ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഭൂഖണ്ഡാന്തര യാത്രയ്ക്ക് അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ബ്രിട്ടനിലേക്കും ഒക്കെയുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റുകളുടെ എണ്ണം കൂടി, യാത്രക്കാരുടെ എണ്ണം കൂടി, അങ്ങനെ ഒരു തരത്തിൽ ഫ്ലറിഷ് ആയിരുന്നല്ലോ. അപ്പോൾ ഈ അപകടം എന്ത് തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കുമെന്നാണ് വിചാരിക്കുന്നത്? എനിക്ക് താൽക്കാലികമായിട്ടൊരു ഒരു ഒരു അസ്വസ്ഥത എല്ലാവർക്കും ഉണ്ടാവുമെങ്കിലും ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ പ്ലാൻസിനെ പറ്റിയിട്ട് ഒരു വിധത്തിലുള്ള ആശങ്കയ്ക്ക് വക നൽകുന്നില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, അടുത്ത ഏതാണ്ട് 5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 950 പുതിയ വിമാനങ്ങൾ എയർബസും ബോയിങ്ങും ഇൻക്ലൂഡിങ് ലോങ് ഡിസ്റ്റൻസ് ലോങ് 777s നമ്മൾ എയർ ഇന്ത്യയും ഇൻഡിഗോവും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് 950 വിമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സംഖ്യയല്ല. അപ്പം വാസ്തവത്തിൽ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ രംഗം ഒരു കുതിപ്പിൻ്റെ പക്കത്താണ്. ഇത് നിർഭാഗ്യകരമായ സംഭവമാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരിക്കലും തുടർന്ന് വരാൻ പാടില്ല. ഞാനെന്നും എൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് അന്നത്തെ ഘട്ടത്തിൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ദർ ഇസ് നത്തിങ് കോൾ 99% സേഫ്റ്റി ഇൻ ഏവിയേഷൻ. ഇറ്റ് ഹാസ് ടു ബി 100%. അപ്പോൾ ഒരു ചെറിയൊരു അളവിൽ പോലും ഇത്തരത്തിലുള്ള സംശയം ആളുകളുടെ മനസ്സിലുണ്ടാവരുത്. അത് ദൂരീകരിക്കുന്ന തരത്തിലുള്ള പ്രോട്ടോക്കോളും ഫാക്ട് ഫൈൻഡിങ് അന്വേഷണങ്ങളും ആവശ്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം, ഇപ്പോൾ നമുക്ക് സമീപകാല ദുരന്തങ്ങൾ എടുത്താൽ മംഗലാപുരം ദുരന്തം, അപ്പോൾ താങ്കൾ DGCA ആയി വരുന്ന ഘട്ടം ഈ പരിസരത്താണല്ലോ. അതിനുശേഷം ഏറ്റവും ഒടുവിൽ 2020 കരിപ്പൂരിലൊരു ദുരന്തം നടന്നു. കരിപ്പൂർ ദുരന്തത്തിൽ 2 പൈലറ്റുമാർ മരിച്ചു. മംഗളൂർ ദുരന്തത്തിലും അങ്ങനെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ, അതിനുശേഷമുള്ള കറക്ഷൻസ് ഒക്കെ, ഇതൊക്കെ വളരെ പ്രോപ്പറായി നടക്കുന്നുണ്ടോ? മംഗലാപുരത്തെ സംബന്ധിച്ചായാലും കരിപ്പൂരിനെ സംബന്ധിച്ചായാലും രണ്ടും ടേബിൾ ടോപ്പ് റൺവേ എന്ന പ്രശ്നമൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇവിടെ പക്ഷേ അതുമായി അങ്ങനെ ആ തരത്തിലൊന്നുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമില്ല. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല. അകപ്പാടെ പക്ഷികൾ ഇടിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ഘടകം മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഈ അപകടങ്ങൾ വളരെ വളരെ കുറവാണ് നടക്കുന്നതെങ്കിലും ഈ അപകടം നടന്നാലുള്ള വ്യാപ്തി വളരെ കൂടുതലാണല്ലോ. അന്വേഷണവും അതിൻ്റെ ഫോളോ അപ്പും എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ? അത് തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അത് സാധാരണ ആളുകൾ എല്ലാവരും അറിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ പ്രോട്ടോക്കോൾസ് വളരെ കാര്യമായിട്ട് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, മംഗലാപുരത്ത് ആക്സിഡൻ്റ് ആയതിനു ശേഷം ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനം സെർബിയൻ പൈലറ്റിന് പോരായ്മയായിട്ട് വന്നു. അതൊരു ബാധിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് അത്ര ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് നോളജ് പോലും നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കരിപ്പൂരിൻ്റെ സംഭവത്തെ പറ്റി എനിക്കറിയില്ല. ഞാൻ ചാർജ് വിട്ടു പോകുന്ന ശേഷമാണ് അതുണ്ടായത്. അപ്പം അത് എന്തായാലും ഈ അന്വേഷണത്തിൽ നിന്ന് നമ്മൾ ഉയർന്ന പാഠങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റീസ് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഏറെക്കുറെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ തീരെ ഇല്ലാതാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ഒഴികെ നിർഭാഗ്യവശാൽ.